പ്രമേഹം വരുന്നത് പലപ്പോഴും വലിയ ലക്ഷണങ്ങളില്ലാതെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പ്രമേഹ രോഗികളാകുന്നത്. അതിൽ ചിലർ പ്രീ ഡയബറ്റിക് അവസ്ഥയിലായിരിക്കും. എന്നാൽ ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ശരീരഭാരത്തെയും ഊർജ്ജനിലയെയും മാത്രമല്ല, ഹൃദയാരോഗ്യം, വൃക്കകളുടെ പ്രവർത്തനം, കാഴ്ചശക്തി എന്നിവയെയും പ്രമേഹം ബാധിക്കും. അതിനേക്കാൾ ഉപരി ഇത് വന്ധ്യതയ്ക്ക് പോലും കാരണമാകുന്നുണ്ട്. സ്ത്രീകളിൽ ഗ്ലൂക്കോസും ഇൻസുലിനും ശരീരം പ്രോസസ് ചെയ്യുന്നത് പുരുഷന്മാരുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. ആർത്തവം, ഗർഭം, ആർത്തവ വിരാമം തുടങ്ങിയ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റം രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നതിനെ ബാധിക്കുന്നു. സ്ത്രീകളിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായി പ്രമേഹം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇത് രോഗനിർണയത്തിനും ചികിത്സ ആരംഭിക്കുന്നതിനും തടസ്സമാകുന്നു. പ്രമേഹത്തിന്റെ ദൂഷ്യഫലങ്ങൾ പുരുഷന്മാരെക്കാൾ അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. പ്രമേഹ രോഗികളായ സ്ത്രീകളിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 8 മണിക്കൂർ ഉറങ്ങിയതിനു ശേഷവും ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ? ഇത് പ്രമേഹം ഉണ്ടെന്നതിന്റെ സൂചനയാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ ഉയർന്ന അളവ് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യുന്നതിൽ നിന്ന് കോശങ്ങളെ തടയുന്നു. ഇതുമൂലം ശരീരത്തിൽ ഊർജം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ള തോന്നലുണ്ടാകുന്നത്. എന്നാൽ അത് നല്ലതല്ല. ഇത് കൂടുതലായി ദോഷം ചെയ്യും. ക്ഷീണം മാറുന്നില്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടി വേണ്ട പരിശോധനകൾ നടത്തുന്നതാണ് ഉത്തമം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ തുടർച്ചയായി യോനിയിൽ ഈസ്റ്റ് ഇൻഫെക്ഷനും മൂത്രനാളിയിൽ അണുബാധയും ഉണ്ടാകുന്നതാണ് അടുത്ത ലക്ഷണം. കാഴ്ച മങ്ങുന്നതും പ്രധാന ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്ലൂക്കോസിന്റെ ഉയർന്ന അളവ് കണ്ണിന്റെ ലെൻസിന് വീക്കമുണ്ടാക്കുകയും ഫോക്കസ് ചെയ്യാൻ പ്രയാസമാവുകയും ചെയ്യും. ക്രമേണ കാഴ്ചക്കുറവ് മാറാത്ത അവസ്ഥ വരെ വരാം. മൂഡ് സ്വിങ്സ് ആണ് അടുത്തതായി വരുന്നത്. പ്രമേഹം കേവലം ശാരീരികമായ അവസ്ഥ മാത്രമല്ല, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതും കുറയുന്നതും മനോനില, ഏകാഗ്രത, ഓർമ്മശക്തി എന്നിവയും ബാധിക്കും. തുടർച്ചയായി ഉണ്ടാകുന്ന മറവി, ഉത്കണ്ഠ, അസ്വസ്ഥത ഇതെല്ലാം പ്രമേഹ ലക്ഷണമാകാം. ഇത്രയും ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് ശരിയായ ചികിത്സ നടത്തുകയാണെങ്കിൽ സ്ത്രീകളിലെ പ്രമേഹം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.